ഹലോ ഫ്രണ്ട്സ്, ഓട്ടോ ടെസ്റ്റ് ടെക്നിക്കൽ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറോള, ടൊയോട്ട കൊറോള പഴയ മോഡൽ, അൾട്ടീസ് അല്ല കൊറോള, അതിൻ്റെ സസ്പെൻഷൻ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആം ബുഷാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് വീൽ ഷെയ്ക്ക് ചെയ്താലൊന്നും അങ്ങനെ സൗണ്ട് ഇതിനകത്ത് കിട്ടില്ല, മനസ്സിലായോ? ഇതിപ്പോൾ ലോവർ ആമിൻ്റെ ബുഷ് ഫുള്ളായിട്ട് കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയിലൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ ആം അസംബ്ലി ആയിട്ട് ഫുള്ളായിട്ട് മാറ്റുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളത് ബുഷ് കിറ്റ് മാർക്കറ്റിൽ നമുക്ക് ഔട്ടർ മാർക്കറ്റിൽ കിട്ടും, ഇമ്പോർട്ടഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് മേടിച്ച് ബുഷ് പ്രസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി ലോവർ ആം അഴിച്ചു വെച്ചു. അഴിക്കുന്ന വീഡിയോ എടുത്തില്ല, അതിലൊന്നുമില്ല. 2 ബോൾട്ട് വരും. ഇവിടെ ഒരു ക്രോസിലൊരു ബോൾട്ട്, ഇപ്പുറത്തൊരു ബോൾട്ടും കൂടെ വരും ഇങ്ങോട്ട്. പിന്നെ ലോവർ ആമിൻ്റെ അടിയിലൊരു ബോൾ ജോയിൻറ്റിൻ്റെ ഒരു നെട്ടും വരും. അത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ലോവർ ആം ഈസി ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വീൽ ഷെയ്ക്ക് നമുക്ക് കിട്ടില്ല. നമ്മൾ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഷെയ്ക്ക് ചെയ്യുമല്ലോ, അതുപോലുള്ള ഷെയ്ക്ക് ഇതിനകത്ത് കിട്ടില്ല. അതുപോലെ നമ്മൾ അപ്പറാം ബോൾ ജോയിൻറ്റ് ഷെയ്ക്ക് ചെയ്യുമ്പോഴും ഇത് നമുക്ക് ഷെയ്ക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കിട്ടുകയില്ല. ഇതിപ്പോൾ ലോവർ ആമിൻ്റെ ഷെയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീല് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കണം, മനസ്സിലായോ? അത് നമുക്ക് വണ്ടി മറ്റേ എന്താ പറയുക, ജാക്ക് വെച്ച് പൊക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നമുക്ക് താഴെ തന്നെ നിർത്തിയിട്ട് വീലിനെ ചുമ്മാ ഒന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ തന്നെ വീല് മാത്രം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കറങ്ങും. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. അത് നമ്മുടെ ഈ ലോവർ ആമിൻ്റെ ബുഷ് കംപ്ലീറ്റും പോയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മൾ സ്റ്റിയറിംഗ് ബോൾ തന്നെ നമ്മൾ സസ്പെൻഷൻ സൗണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ വീല് ഷെയ്ക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഒരു ഷെയ്ക്കും കിട്ടില്ല വീലിനകത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ വിടരുത്. എന്താ പറയുക, മറ്റേ വണ്ടി ഇറക്കിയിട്ട് ഒന്ന് ലോവർ ആമിൻ്റെ ഷെയ്ക്കും കൂടെ നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വിഷ്വലായിട്ട് കാണാൻ കഴിയില്ല ലോവർ ആമിൻ്റെ ബുഷ്. ഇത് കറക്റ്റ് സീറ്റിംഗ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞു നിൽക്കും ആ ലോവർ ആമിൻ്റെ ബുഷ്. നമുക്കപ്പോൾ ബുഷ് കാണാനായിട്ട് ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് അതിനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വീലിറക്കി നോക്കിയിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചാൽ മതി. അല്ലെങ്കിൽ ജാക്ക് വെച്ച് തൂക്കിയാലും നമുക്ക് വീലൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ബുഷ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വീല് ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് മൂവ് ചെയ്യും. ഈ അപ്പ് ആൻഡ് ഡൗൺ ഷെയ്ക്കോ ഇന്നർ ഔട്ടർ ഷെയ്ക്കോ അതൊന്നും ഇതിനകത്ത് കിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി, നമുക്ക് കറക്റ്റ് ലോവർ ആമിൻ്റെ ബുഷിൻ്റെ ഷെയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അഴിച്ചു വെച്ചത്, മറ്റേ ബുഷ് അഴിച്ചു വെച്ചത്. ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ് പോയിരിക്കുക, മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ഒന്നുമില്ല ഇതിനകത്ത്. ഇതിൽ അതുപോലെ ഇല്ല, മൊത്തം പൊട്ടി നിൽക്കുക, മനസ്സിലായി? ഈ ഷെയ്ക്കാണ് നമുക്ക് വീലിലേക്ക് നമ്മൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുമ്പോൾ ഈ ബുഷ് ഇങ്ങോട്ടും പോകും. അപ്പോൾ ആ വീലിലേക്ക് കറക്റ്റ് ഷെയ്ക്ക് കിട്ടും. അതുമല്ല, നമുക്ക് ഡ്രൈവിങ്ങിൽ തന്നെ ഇതിൻ്റെ ഷെയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇറക്കത്തിൽ നിർത്തുക, വണ്ടി ഒരു ചെറിയൊരു ഇറക്കത്തിൽ, വണ്ടി മൂവ് ചെയ്യുന്ന പോലുള്ള ഇറക്കത്തിൽ നിർത്തിയിട്ട് നമ്മൾ ബ്രേക്കൊന്ന് ചവിട്ടി വിട്ടാൽ മതി. ഒന്ന് ചവിട്ടി വിടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യും, വണ്ടി ബാക്കും ഫ്രണ്ടും പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് നിന്നതിന് ശേഷം ഒന്നുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകും. അതോടുകൂടി തന്നെ ഒരു സൗണ്ടും വരും, കിടക്കുന്നൊരു സൗണ്ട് വരും. എന്നുവെച്ചാൽ മെറ്റൽ സൗണ്ടല്ല വരിക, ബുഷിൻ്റെ ഒരു സൗണ്ട്, ഒരു ബാസ് സൗണ്ട് വരിക, ദും എന്ന് പറഞ്ഞിട്ട്. അത് ഈ ബുഷിൻ്റെ സൗണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഈ ലോവർ ആമിൻ്റെ ബുഷ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ജെന്യൂൻ അല്ല അതിനകത്ത് ഇടുന്നത്. ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ ഈ അസംബ്ലി ആയിട്ടേ വരുന്നുള്ളൂ, ബുഷ് കിറ്റ് മാത്രമായിട്ട് ഇതിനകത്ത് കിട്ടുന്നില്ല. അത് മാത്രമല്ല, പഴയ കൊറോളയുടെയൊക്കെ സാധനങ്ങളൊക്കെ കിട്ടാൻ റെയറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതാണ്, ഇതിപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബുഷ് ഒന്ന് ലേത്തിൽ കൊടുത്ത് വേണം പ്രസ് ചെയ്യാനായിട്ട്, നമുക്കായിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ബുഷ് കിറ്റ്, ഇത് ബാലൻസ് റോഡിൻ്റെ ബുഷ്, കട്ട് ബുഷ് എല്ലാം കൂടെ സെറ്റായിട്ടാണ് വരുന്നത്, ബുഷ് കിറ്റായിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്നത്. എന്നാൽ ലേത്തിൽ കൊടുത്ത് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. നമുക്കത് അടിച്ചു കൂരാനോ അല്ലാതെ ഒന്നും കഴിയില്ല, അത് പ്രസ്സിങ്ങിലാണ് ഇരിക്കുന്നത്, ലോഡിലാണ് ഇരിക്കുന്നത്. ലേത്തിൽ കൊടുത്ത് ഇറക്കാൻ തന്നെ വേണം. അപ്പോൾ എന്തായാലും ഇത് ഇറക്കിയിട്ട് നമുക്ക് കയറ്റാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോവർ ആം ബുഷിന് വേണ്ടി അഴിക്കുമ്പോൾ ഇതേ കംപ്ലൈൻ്റ് ഉള്ളൂ, എങ്കിലും നമുക്ക് അതിനും ലോവർ ആം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ കംപ്ലീറ്റും ചെക്ക് ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. ഇതിപ്പോൾ ബോൾ ജോയിൻ്റ് ഒന്നും കുഴപ്പമില്ല, നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അഥവാ ചെറിയ ഷെയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും
അതും കൂടെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്താവും, കുറച്ച് ഓടും, കുറച്ച് കഴിയുമ്പോൾ ഒരു 10-12 കിലോമീറ്റർ ഓടുമ്പോൾ വീക്കായിട്ടുള്ള ബോൾ തന്നെയാണെങ്കിൽ പോകുമ്പോൾ പിന്നെ നമ്മൾക്ക് അത് എന്താ പറയുക, വീണ്ടും ഈ സൗണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്തത് അത് ഒരു അർത്ഥമില്ലാതായി പോകും. അത് മാത്രമല്ല, നമ്മൾ ഈ ചെറിയ വീക്കുള്ള സാധനമൊക്കെ ഈ ലോവർ ആമിൽ നമ്മൾ അഴിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ഹാമർ കൊണ്ട് ചെറിയ തട്ടൊക്കെ തട്ടും. അപ്പോൾ ഈ ബോൾ ജോയിൻറ്റിൽ ചെറിയ ഇമ്പാക്റ്റ് വരുമ്പോൾ അത് ഷേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അഴിച്ചിട്ട് തിരിച്ച് കയറ്റുന്നതിന് മുന്നേ ബോൾ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം പക്ക നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ മാറിയതാണ്, നമ്മളെല്ലാം വേറെ പുറത്ത് ചെയ്തതാണ്. ചെയ്തതിന് ശേഷം ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും കാരണം. ഇങ്ങനെ ബ്രേക്ക് ചവിട്ടുമ്പോഴും ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞാൻ വന്നതിന് തന്നെ വണ്ടി ഓടിച്ച് നോക്കി. ആ സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ സൗണ്ട് എനിക്ക് മനസ്സിലായി ഇത് ലോവർ ആമിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ കസ്റ്റമറോട് പറയണ്ടായി, മറ്റേ ലോവർ ആമിൻ്റെ സൗണ്ട് ഉണ്ട്, അതെന്തായാലും ചെയ്യേണ്ടി വരും, അഴിച്ചു നോക്കിയിട്ട് ഞാൻ കൺഫേം ആക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഴിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് ലോവർ ആമിൻ്റെ ബുഷ് പോയിരിക്കാനാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ കാലിപ്പർ പിന്നും നല്ല സൗണ്ട് ഉണ്ട്, നല്ല ഷെയ്ക്ക് ഉണ്ട് ഇതിൻ്റെ കാലിപ്പർ പിന്ന്. അപ്പോൾ അതും കൂടെ ഒന്നില്ലേ നമ്മൾ ഷിമ്മിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ കാലിപ്പർ പിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ബോൾട്ട് അഴിച്ചിട്ട് ഈ 2 പിന്നിലും നമ്മുടെ ഷിമ്മുണ്ട്, ആ ഷിമ്മ് തകിട് പോലുള്ളൊരു സംഭവം, ആ സാധനം കറക്റ്റ് ലെവലിൽ ചുറ്റിയിട്ട് നല്ല മൂവ്മെൻറ്റും വേണം, എന്നാലോട്ട് ഷേക്കും വരാൻ പറ്റില്ല. 0 ക്ലിയറൻസിൽ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൗണ്ടും കൂടെ നിൽക്കും, പിന്നെ ഏകദേശം വണ്ടി വൃത്തിയാവും. ഇതിൻ്റെ ഷോക്ക് മാറുമ്പോൾ അതിൻ്റെ ബൂട്ടൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. ബൂട്ട് മാറണം ശരിക്കും, എന്താ വെച്ചാൽ ഡസ്റ്റ് കയറിയിട്ട് അതിൽ അതിൻ്റെ സീല് പെട്ടെന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാത്രം ഇപ്പോൾ തൽക്കാലം ചെയ്യാണ്, സൗണ്ട് നിർത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഇതിൻ്റെ ബുഷ് പ്രസ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ പുതിയ ബുഷ് പ്രസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ജെന്യൂൻ ആയതുകൊണ്ട് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും ഈ ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ പുതിയ ബുഷ് എന്താ പറയുക കയറ്റിയിട്ട് വരുമ്പോൾ ഈ 2 സൈഡിലെ ഗ്യാപ്പ് ഒന്ന് നോക്കണം എപ്പോഴും. അതുപോലെ തന്നെ ഈ രണ്ടിൻ്റെയും ഈ ഗ്യാപ്പ് നോക്കണം. അതുപോലെ ഗ്യാപ്പ് വേണം താനും. ഗ്യാപ്പ് ഇല്ലാതെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ടയർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വരുമ്പം ഈ ബുഷ് വന്നിട്ട് ഇതിൽ വന്ന് അടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരയുമ്പോൾ അത് കറക്ക് എന്നുള്ളൊരു സൗണ്ട് വരാൻ സാധ്യതയുണ്ട് ഇതിനകത്ത്. അപ്പോൾ എപ്പോഴും നമ്മൾ പുതിയ ബുഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ ജെന്യൂൻ അല്ലല്ലോ, ഔട്ടർ മാർക്കറ്റാണ്. അതുകൊണ്ട് നമ്മളത് ഏത് ലെവലിൽ വരുന്നു, എങ്ങനെ ഗ്യാരണ്ടി കൊടുക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കയറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ബുഷിൻ്റെ 2 ഗ്യാപ്പും കറക്റ്റ് നോക്കണം. എന്താ പറയുക, ടൊയോട്ട എറ്റിയോസ് തന്നെ നമുക്ക് കമ്പനിയിൽ തന്നെ ഞങ്ങളൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു TIB തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി ഓടുമ്പോൾ ഇതേ സൗണ്ട് കറക്കുന്ന സൗണ്ട് ചില സമയത്ത് കിടക്കുന്ന അടിക്കും. ആ സമയത്ത് നമ്മൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആം കംപ്ലീറ്റ് അഴിച്ചിട്ട് ജെന്യൂൺ ബുഷിൽ തന്നെ നമ്മൾ ഒരു കമ്പി കഷ്ണം, ഒരു പട്ട പോലത്തെ സാധനം ചൂടാക്കിയിട്ട് ഇതിന് ഗ്യാപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സൗണ്ട് നിൽക്കും, മനസ്സിലായോ? അപ്പോൾ പുതിയത് നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെയ്തിട്ട് ലോവർ ആം കയറ്റുമ്പോൾ നമ്മൾ ഈ 2 ഗ്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 ഗ്യാപ്പ് കറക്റ്റ് ഗ്യാപ്പ് വേണം അതിനകത്ത്. അതിനൊരു മൂവ്മെൻറ്റ്, ചെറിയ മൂവ്മെൻറ്റേ വരുള്ളൂ, ഏകദേശം ഈ ഒരു മൂവ്മെൻറ്റേ വരുള്ളൂ. ഈ ഒരു മൂവ്മെൻറ്റിന് മുട്ടാത്ത ലെവലുള്ള ഗ്യാപ്പ് ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണം കയറ്റാനായിട്ട്. എന്നാൽ മാത്രമേ അത് നമ്മൾ ചെയ്ത വർക്ക് ക്ലിയർ ആവുള്ളൂ. നമ്മളിപ്പോൾ ലോവർ ആം ബുഷ് പ്രസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് EVA എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആണ് നമ്മളിപ്പോൾ ബുഷ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ബ്രാൻഡ് വരുന്നത്. ഇതിന് ഏകദേശം 1500 രൂപയോളം MRP റേറ്റ് വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡാണിത്. പിന്നെ ജെന്യൂൻ ഒന്നും നമുക്ക് കിട്ടാനില്ല ഇപ്പം. അപ്പോൾ അത് കുഴപ്പമില്ലാത്തതാണ്. പ്രസ് ചെയ്തു. അതിപ്പോൾ ഞാൻ ഇവിടെ ഗ്യാപ്പൊക്കെ കറക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ഗ്യാപ്പ് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ട് കറക്റ്റായിട്ട്. ഇത് ചുമ്മാ ചെറിയൊരു ബുഷാണ്, കോട്ടിങ് ബുഷാണ്. ഇതിന് ഒരു ഇത് മാത്രമേ ഉള്ളൂ, അവിടെ ബുഷില്ല. അതുകൊണ്ട് കറക്റ്റ് ഗ്യാപ്പ് ഉണ്ട് ഇതിനകത്ത്, കുഴപ്പമില്ല. നമ്മൾ ഈ ബുഷും അതുപോലെ തന്നെ ഈ ബുഷുമാണ് മാറിയിരിക്കുന്നത്. 2 ബുഷും ഇപ്പോൾ മാറിയിട്ടുണ്ട്.
രണ്ട് ലോവർ ആമിലെയും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പേപ്പർ പോലുള്ള ഒരു ഇതാണ്, ഒരു ഇതൊന്നും തിക്നെസ് ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കയറ്റാം, വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കട്ട് ബുഷ് കൂടെ മാറുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റിൽ 2 ലോവർ ആമിൻ്റെ ബുഷ് കിറ്റും അതുപോലെ കട്ട് ബുഷുമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് ബുഷ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കട്ട് ബുഷ് കൂടെ മാറിവിടാം. എന്താ വെച്ചാൽ ചെറിയൊരു ഷെയ്ക്കും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതും കൂടെ മാറിവിട്ടാൽ പിന്നെ ആ ഭാഗം വൃത്തിയായി. അപ്പോൾ നമുക്കത് കൂടെ മാറാം. അത് മാറാനായിട്ട് 212-ൻ്റെ ബോൾട്ടേ ഉള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇതാണ് സ്റ്റെബിലൈസർ ലിങ്ക് റോഡ്. അതിൽ വരുന്ന കട്ട് ബുഷാണ് ഇപ്പം മാറാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ലോവർ ആം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. 2 സൈഡിലും ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ടയർ ഇട്ടിട്ട് ഞാൻ ആ ഷേക്ക് കൂടെ കാണിച്ചു തരാം. എന്താ പറഞ്ഞാൽ ഈ സൈഡ് കൂടെ ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് അത്ര പെട്ടെന്ന് ക്ലിയർ ആയിട്ട് ലോവർ ആമിൻ്റെ ബുഷ് കട്ടായത് അറിയാൻ പറ്റില്ല. ഒരുപാട് ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് കയ്യിലേക്ക് തിരിച്ചറിയാമെന്നുള്ളത് ഞാനിപ്പോൾ വീലും കൂടെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ലോവർ ആമിൻ്റെ ബുഷ് ഷേക്ക് എപ്പോഴും കിട്ടുന്നത് ഈ പോർഷനിലായിരിക്കും. ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ് ആക്കുമ്പോൾ നമുക്ക് ടയർ മാത്രം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോകും. ബാക്കി ബോഡി അങ്ങനെ നിൽക്കും. ഇതിപ്പോൾ കുഴപ്പമില്ല. നേരത്തെ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇതിനകത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുമ്പോൾ ടയർ എന്താ പറയുക, അങ്ങോട്ടും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു പോവുകയും ചെയ്യും. അതുപോലെ ഒരു ടിപ്പിക്കുന്ന സൗണ്ടും കേൾക്കും. ഇതിപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ ബുഷ് കിറ്റ് മാറുന്നുണ്ട്. ഇപ്പോൾ അത് പെർഫെക്റ്റാണ്. അപ്പോൾ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നോട്ട്സ് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും